ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതെൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗാണ്. എനിക്കങ്ങനെ വ്ളോഗൊന്നും എടുക്കാൻ അറിയില്ല, എന്നാലും ഞാൻ വെറുതെ എൻ്റെ ഒരു മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു അസർബൈജാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങണതും നമ്മൾ കാറിലാണ് പോയത്. അങ്ങനെ നമ്മളവിടെ എയർപോർട്ടിലെത്തി. നമ്മൾ അബുദാബി വഴിയാണ് പോയത് കേട്ടോ. നമ്മൾ ദുബായിലാണ് താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ ദുബായ് പോകാൻ, അസർബൈജാനിലേക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ കയ്യിൽ കിട്ടി. അതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. ഓക്കെ, ഇതെൻ്റെ ഹസ്ബൻഡ് ആൻഡ് അതെൻ്റെ മോനാണ്. ആൻഡ് ഹിയർ വി ആർ ഗോയിങ് ടു അസർബൈജാൻ. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഫസ്റ്റ് ട്രിപ്പാണ് ആക്ച്വലി ഇത് നമ്മുടെ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ഹാപ്പിയായിരുന്നു. പിന്നെ ഇതിപ്പോൾ നമ്മൾ അസർബൈജാൻ എത്തി ആക്ച്വലി. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. നല്ലൊരു ക്ലൈമറ്റും എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടെ. ഇതുവരെ പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ദുബായ് താമസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു തവണ പോകണോണ്ടൊരു തെറ്റുമില്ല. നല്ല പ്ലേസാണ്. സോ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ അതിന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ അസർബൈജാനിൽ ലാൻഡ് ചെയ്തു. ഇതാണ് എയർപോർട്ട്, അസർബൈജാൻ എയർപോർട്ട്. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തി. അങ്ങനെ പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഐ മീൻ, നമുക്ക് പോയി ഒരു 4 ദിവസം നിന്ന് തിരിച്ച് വരാൻ പറ്റുന്ന ഒരു 3 പേർക്ക് അധികം 5,000 dirhams അതിൻ്റെ ഉള്ളിലൊക്കെ ചിലവാകുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മറ്റു കൺട്രീസിലെ അപേക്ഷിച്ച് ഇത് ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് നേരത്തെ കണ്ടത് എയർപോർട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹോട്ടലിലെത്തി. ഇത് നമ്മുടെ ഹോട്ടൽ റൂം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ബെഡ്, പിന്നെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളും, ചായ കുടിക്കാനും അങ്ങനത്തെ കാര്യങ്ങളും, അങ്ങനെ ഒരു വാഷ്റൂം, ഇതത്രയേ ഉള്ളൂ റൂം എന്ന് പറയാം. പിന്നെ റൂമിൻ്റെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മളത് ലൈക്ക് നല്ല എൻജോയ് ചെയ്തു. ആ റൂമാണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു IBSൻ്റെ ഹോട്ടലായിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു എല്ലാം. താമസമൊക്കെ നല്ല സർവീസായിരുന്നു. പിന്നെ ഹോട്ടലുകാരായാലും നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. നമ്മുടെ എന്താ പറയുക, അവർ നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്ത്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഇതാണ് വൺ ഓഫ് മൈ ഹസ്ബൻഡ് ആയാലും നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു. ഇവിടെ നമ്മൾ 2-3 പ്രാവശ്യം വന്ന് ഭക്ഷണം കഴിച്ചു. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാല്ലേ. എന്താ പറയുക, ഞാൻ ഫുഡ് വന്നത് ഞാനതിൽ ഇട്ടിട്ടില്ല. ഞാൻ ലാസ്റ്റിൽ ഫോട്ടോസിൽ ഇടുന്നുണ്ട് എൻ്റെ ഫുഡ് എന്തായിരുന്നു നമ്മളന്ന് കഴിച്ചിരുന്നതെന്നൊക്കെ. ഇത് അടിപൊളി ഹോട്ടലായിരുന്നു. പിന്നെ ഇത് വേറൊരു സ്ഥലം നമ്മൾ പോയ അവിടെ തന്നെ വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല രസമുള്ള, നമ്മൾ മൂവീസിലൊക്കെ ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ കണ്ടിട്ടുള്ളൂ. ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സ്ട്രീറ്റ്, ഐ മീൻ ഇങ്ങനെ നേരിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. വളരെയധികം എന്താ പറയുക, അടിപൊളിയായിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു വോൾക്കാനോ പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു, ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയി. ഇതിങ്ങനെ മഡിന്ന് ഇത് തനിയെ അത് ഉണ്ടാവുന്നൊരു ഇതാണ്. അതും നല്ലൊരു ഇത്. ഇവിടേക്ക് പോകാൻ നമ്മൾ കുറേ ബുദ്ധിമുട്ടിട്ടോ, കാരണം ട്രാവലിംഗ് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചിങ്ങനെ റൂട്ടിലൂടെ ഉള്ള ട്രാവലിംഗ് പോലെയല്ല. നമ്മളിങ്ങനെ പാടത്തിലൊക്കെ പോവില്ല, അതുപോലെ അങ്ങനത്തെ ഒരു വഴി കൂടെയാണ് നമ്മളവിടെ എത്തിയത്. അങ്ങനെ പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് ഫോട്ടോസ്, കുഞ്ഞു നമ്മളവിടെ എടുത്ത് പോയ സ്ഥലങ്ങളും ഫോട്ടോസുകളും ഒക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ അതായത് എല്ലാം കൊണ്ടും നല്ലൊരു ട്രിപ്പായിരുന്നു. എല്ലാവർക്കും പോവാൻ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. ഈവൻ ഫ്ലൈറ്റ് ഫെയർ ആണെങ്കിലും വളരെ ലെസ്സാണ്. അപ്പോൾ ഇതുവരെ പോവാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ്. നല്ല കാഴ്ചകളാണെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് ഇടയ്ക്കൊന്ന് നമ്മളും റിഫ്രഷ് ആവാനായിട്ടൊരു നല്ലൊരു പ്ലേസാണ്. സോ ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദിസ് വീഡിയോ. ഐ ഡോണ്ട് നോ. ഓക്കെ, ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.